വെള്ളിയാഴ്ച ദിവസമാണെന്ന കാര്യം ശരിക്കും മറന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കാൻ നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഇവിടെ മക്കൾക്ക് നേരത്തെ വണ്ടി വരുന്നതാണ്. പക്ഷേ ഞാനെന്തോ എണീക്കാൻ അറിഞ്ഞില്ല. സമയം 7 മണിയായിട്ടോ. പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് എഴുന്നേറ്റ് ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് കിച്ചണിലേക്ക് പോകാൻ കേട്ടോ. രാവിലെ നമ്മൾ നേരം വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ കാര്യം പിന്നെ പറയണ്ട അല്ലേ. ഇന്നും ഞാൻ എഴുന്നേൽക്കാൻ വൈകി പോയിട്ട് എന്താ ഞാൻ രാവിലെ അറിയാത്ത ചോദിച്ചാൽ എനിക്ക് അറിയുന്നില്ല. അലാറം വെക്കാനും കഴിയുന്നില്ല കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഇതാ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് വേഗം വെള്ളത്തിലിട്ടു. അമ്പാടി തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ സ്കൂളിലേക്ക് ചിക്കൻ കൊണ്ടുപോകാൻ വേണം എന്നുള്ളത്. അതുകൊണ്ട് അത് വേഗം ഫ്രീസിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടു. പിന്നെ ചായക്കും ചോറിനും വെള്ളം വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ഗ്ലാസ് ചായ വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചിട്ടാണ് തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ നമ്മളിത് ചെറുപയറുണ്ട്, പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ നന്നായിട്ട് നേരം വൈകി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് നമ്മുടെ 8:15 ആകുമ്പോഴത്തേക്കും മക്കളുടെ 3 പേരുടെ വണ്ടിയും വരും കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ എല്ലാ ജോലികളും തീരണം. അതിനെ പുട്ടുപൊടിയിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ എനിക്കുള്ള ചായ വേഗം തിളച്ചപ്പോൾ ഞാൻ അതിൽ പൊടി ഇടുന്നുണ്ട്. ചെറുപയറും കഴുകി കുക്കറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ കറി വെക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ആദ്യം നന്നായിട്ട് വേവിച്ചെടുക്കും. പിന്നെയാണ് കേട്ടോ അരപ്പ് ചേർക്കുമ്പോഴാണ് അതിൽ നമ്മൾ പച്ചമുളകും കാര്യങ്ങളും ചേർക്കാനുള്ളത്. അപ്പോൾ കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചായ ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ചോറിനും വെള്ളം വെക്കണം. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ബാറ്ററി തീർന്നിട്ടോ. അപ്പോൾ പുതിയ ബാറ്ററി വാങ്ങിക്കൊണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ എൻ്റെ ചായ ഞാനിത് ചൂടാറാൻ വെച്ചതിന് ശേഷം അരി കഴുകിയിട്ടു കേട്ടോ. അപ്പം ഇനി ചോറവിടെ കിടന്ന് വേവട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരം വൈകി എഴുന്നേറ്റാൽ പിന്നത്തെ ധൃതി പറയണ്ട അല്ലേ. എങ്കിലും ഞാൻ കുറച്ച് നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നുണ്ട്. കാരണം പെട്ടെന്ന് എഴുന്നേറ്റ് ഒന്ന് ധൃതി കൂട്ടിയതുകൊണ്ടായിരിക്കണം തലയ്ക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സുള്ള പോലെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തു. പിന്നെ സച്ചുട്ടൻ എഴുന്നേറ്റ് വന്നു. അവനെ ബ്രഷ് ചെയ്യിക്കുകയാണ്. കിച്ചുനെ വിളിച്ചുണർത്താണ് കേട്ടോ. മക്കളും എഴുന്നേൽക്കാൻ അറിഞ്ഞില്ല കേട്ടോ. രാത്രി കിടക്കാനും കുറച്ച് ലേറ്റായിപ്പോയി. ഇപ്പോൾ ഈ ഫുട്ബോളും കാര്യങ്ങളുള്ളതുകൊണ്ട് മക്കളും ഏട്ടനും അത് കണ്ട് കിടക്കും. അങ്ങനെയാണ് ഈ ലേറ്റ് ആവുന്നത് കേട്ടോ. പിന്നെ വേഗത പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തേങ്ങ പെട്ടെന്ന് തന്നെ ചിരകിയെടുത്ത് പുട്ട് ആവിയിൽ വെച്ചിട്ടോ. പിന്നെ ചിക്കൻ എന്താക്കണോ വേഗം കഴുകി മസാല പുരട്ടി വെക്കേണ്ട. വലിയ എരിവൊന്നും ഇടുന്നില്ല, മക്കൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ. പിന്നെ ആദ്യം തന്നെ ഞാൻ പപ്പടം കാച്ചി എടുത്തിട്ട് ആ ഓയിലിലേക്കാണ് കേട്ടോ ചിക്കൻ പൊരിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയർ കറി ആയി, പുട്ടായി. പിന്നെ ഏട്ടനത് എഴുന്നേറ്റ് വന്നിട്ടോ മക്കളെ പെട്ടെന്ന് തന്നെ ചായ ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം അവരുടെ ലഞ്ചും വെള്ളമൊക്കെ ആക്കുകയാണ് കേട്ടോ. കാരണം സമയം 8 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അതിൻ്റെ ഇടയിൽ അവരെ കുളിക്കലും എന്താ പറയുക യൂണിഫോം ഇടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏട്ടന് സഹായിക്കുന്നുണ്ട് കേട്ടോ രാവിലെ നന്നായിട്ട്. പോയി കഴിഞ്ഞാലായിരിക്കും ശരിക്കും ബുദ്ധിമുട്ട് അറിയാം. അപ്പോൾ കുറച്ച് സഹായത്തിന് ഏട്ടനും കൂടെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ വണ്ടി വന്ന് മക്കളെയൊക്കെ കയറ്റി വിട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.